പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രണ്ടു പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. രണ്ടു പേർക്ക് വേണ്ടിയിട്ടല്ല, രണ്ടുപേരെ പ്രതീകങ്ങളാക്കി. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തില്, മറ്റൊന്ന് ദിലീപ്. ഇവർ രണ്ടുപേരും എൻ്റെ കുടുംബക്കാരോ അളിയനോ മച്ചമ്പിയോ കുടുംബക്കാരോ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവരാരെന്തെങ്കിലും കായ് വാങ്ങിയിട്ടല്ലേടാ നീ സംസാരിക്കുന്നുള്ള കമന്റ് ഇതിന്റെ താഴെ നിരോധിച്ചിരിക്കുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് മാധ്യമ പേപ്പട്ടികളോടാണ് പ്രധാനമായിട്ട്. അതുപോലെ സർക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ജനങ്ങളെ സംരക്ഷിച്ചോളാം, തുല്യനീതി തുല്യമായി കണ്ടുകൊണ്ട് തുല്യനീതി കൊടുത്തോളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന കപട ജനസേവകരായിട്ടുള്ള പ്രതിനിധികളും പിന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും, പിന്നെ വെറുതെ വിമർശിക്കാനായിട്ട് എന്തു പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും അതിന് വിമർശിച്ചുകൊണ്ട് നിനക്കൊന്നും വേറൊരു പണിയില്ലടേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആന്റി സോഷ്യലിസ്റ്റിനോട് ഇത് മനസ്സിലാക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രബുദ്ധരായിട്ടുള്ള പ്രേക്ഷകരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരോടാണ് പ്രധാനമായി ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരെ അവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ഇവിടെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലെ നമുക്ക് ദിലീപിനെയും മുന്നിൽ നിർത്താം. ഇവരെ രണ്ടുപേരുടെയും കേസ് ഇപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും കൈകാര്യം ചെയ്യുന്നത് ഒരുപോലെയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് രാഹുലിന് തിരിച്ചടി. എനിക്ക് കോടതിയും കേസുകളുമായി കയറി നടക്കുന്നതുകൊണ്ട് വീഡിയോ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇത് പറയാൻ വൈകിയത്. എന്നാൽ ഇപ്പോഴെങ്കിലും ഒന്ന് പറയണമല്ലോ. രാഹുലിന് തിരിച്ചടി. എന്ത് തിരിച്ചടി? ഈ മാധ്യമ പേപ്പട്ടികൾ അവരുടെ ഡയലോഗ് ശരിയല്ല എന്നുള്ള അഭിപ്രായം കൊണ്ട് അങ്ങനെ തന്നെ വിളിക്കുന്നത്. ശരിയല്ല. ഇനി അതിൽ എന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വെറും പേപ്പട്ടികളാണ്, വിഷവിത്തുക്കളാണ്. ഈ വാക്സിൻ എടുത്താൽ കൂടി രക്ഷയില്ല. അമ്മാതിരിയുള്ള വിഷവിത്തുക്കളാണ് ഈ മാധ്യമ പേപ്പട്ടികൾ. അതുകൊണ്ടാണ് അവർ രാഹുലിന് തിരിച്ചടി എന്ന വാർത്ത കൊടുത്തത്. എന്ത് തിരിച്ചടി? കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. അത് മാത്രമല്ല, നോട്ട് അറസ്റ്റ് ചെയ്യാൻ കോടതി ഉദ്ദേശിച്ചില്ല, പറഞ്ഞില്ല. കേസ് തിങ്കളാഴ്ച കേൾക്കാന്ന് പറഞ്ഞു. ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. എങ്ങനെയാണ് രാഹുലിന് തിരിച്ചടിയാകുന്നത്? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന് മനസ്സിലായി. അവരെ ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമ പ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല, പേപ്പട്ടികളെന്ന് വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ അങ്ങനെ പേപ്പട്ടികളെന്ന് വിളിച്ചത്. അതേപോലെ ഇര എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇര ആകുന്നതും ഇവൻ വേട്ടക്കാരനാകുന്നതും കോടതി വിധിക്കുമ്പോഴാണ്. ഒരുപക്ഷെ കള്ള ഇര ആണ് എന്നുണ്ടെങ്കിലോ അവിടെ ഇര യഥാർത്ഥത്തിൽ ഇവർ വേട്ടക്കാരെന്ന് പറയുന്ന ആൾക്കാരാണ് യഥാർത്ഥ ഇര എന്നുണ്ടെങ്കിലോ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോ കോടതി വിധിച്ചതിന് ശേഷം മാത്രമാണ് ആ വേട്ടക്കാരനെ ഒറ്റപ്പെടുത്താനും അവരെ ശിക്ഷിക്കാനും മുതിരേണ്ടത്. ആ അർത്ഥത്തിൽ ഇവിടെ വേട്ടക്കാരെ സൃഷ്ടിക്കാനും ആ സൃഷ്ടിക്കുന്നവരെ ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി പിന്നെ അതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ, ആ സർക്കാർ സംവിധാനങ്ങളെ ഞാൻ അങ്ങേയറ്റം പുച്ഛിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ഒരു പീഡന കേസിലെ പ്രതിയാക്കി. അതിൽ പരാതി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഹൈക്കോടതി നോട്ട് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യം 15-ാം തീയതി കേൾക്കും. കൊടുക്കട്ടെ. അതുപോലെ ഇപ്പോൾ രണ്ടാമതൊരു കേസ് വന്നു. ആ കേസ് വന്നതുകൊണ്ട് മാത്രമാണ് സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നത്. ആ കേസിൽ വെറുതെ ഒരു കേസ്, അതും എങ്ങനെ ഒരു കള്ളപ്പരാതി, ഒരു വ്യാജ പരാതി എന്ന് തോന്നുന്ന വിധത്തിൽ എവിടെ നിന്നോ ഒരു ഇമെയിൽ വരുന്നു. അതായത് ഒരു MLA തകർക്കാൻ, അതായത് തന്റെ രാഷ്ട്രീയ പ്രതിയോഗിയെ തകർക്കാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനം. ഏത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് തുല്യനീതി കൊടുക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിരിക്കുന്നവരാ ആ നേതാക്കൾ. പിണറായി അടക്കമുള്ള, മുഖ്യമന്ത്രി അടക്കമുള്ള, മുഖ്യമന്ത്രിയുടെ കീഴിലാണല്ലോ ഈ ആഭ്യന്തരം ഇരിക്കുന്നത്. അപ്പോൾ ഒരാളെ, ഒരു MLA അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ, അയാളെ കേസിൽ കുടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലീസ് സമൂഹം. അതാണ് ഞാൻ പറഞ്ഞത്, കേസിൽ കുടുക്കാൻ വേണ്ടിയിട്ട്. അയാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിച്ച് കണ്ടെത്തി അത് കോടതി ശിക്ഷിക്കാനുള്ള നടപടി എടുക്കണം. അതാ വേണ്ടത്. അല്ലാതെ അയാളെ കുടുക്കാൻ വേണ്ടി പരാതി ഉണ്ടാക്കാൻ നടക്കലല്ല. അതാണ് ഇവിടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കയറിയിരിക്കുന്ന പിണറായി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, രണ്ടാമത്തെ കേസ് അത് തന്നെയല്ലേ. ഒരു പരാതി വന്നു എന്ന് പറയുന്നു KPCCക്ക്. അവിടെ നിന്ന് അത് DGPക്ക് ഫോർവേഡ് ചെയ്തെന്ന് പറയുന്നു. അവിടെ പരാതിക്കാരിയില്ല, പരാതിക്കാരിയുടെ മൊഴിയില്ല. ഈ പരാതിക്കാരിക്ക് പരാതി ഉണ്ടോയെന്ന് അറിയില്ല. ഇനി അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ആ അവസരത്തിൽ തേടി നടക്കാണ് രാഹുലിനെതിരെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി. ഒരു പരാതിക്കാരുണ്ട്, ഒരു പരാതി ഉണ്ടോ. അവസാനം ഒരു പരാതി, പേരെങ്കിലും ഒരു പരാതി വന്നപ്പോൾ പിടിവള്ളി കിട്ടി, ഇനി അവനെ പൂട്ടണം. ഈ ഒരു വൈരാഗ്യ ബുദ്ധിയെ പ്രവർത്തിക്കാൻ ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുത്തത്? ഇവരൊക്കെ ജനാധിപത്യത്തിന്റെ കാവലാളുകളാണോ? അല്ല.
അല്ല, ഇവരൊക്കെ ഇവിടുത്തെ തീവ്രവാദികളാണ്, ഇവിടുത്തെ ഭീകരവാദികളാണ്. അതായത് ജനങ്ങളെ കശാപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഭീകരവാദികളാണ് ഈ പറഞ്ഞവർ. അതുകൊണ്ടാണ് അവർ ഇരകളെ സൃഷ്ടിച്ചുകൊണ്ട് വേട്ടക്കാരെ വേട്ടയാടാൻ നിൽക്കുന്നത്. ഇവിടെ ശരിക്ക് എന്തായിരുന്നു, ഇവിടെ നീതിയായിരുന്നു നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് എങ്ങനെ പറയാം? ആ ഒരു പരാതി വന്നു. ആ പരാതി വന്നപ്പോൾ അത് പോലീസിനെ അവരെ ഏൽപ്പിച്ചു, കഴിഞ്ഞു. ഓക്കെ, ഒരു മെയിൽ അയക്കുക, നിങ്ങളെ മൊഴിയെടുക്കാൻ വരാനുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ അതോ ഞങ്ങൾ അങ്ങോട്ട് വരണോ? അപ്പോൾ ഒരു മൊഴി കൊടുക്കാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് അപ്പോഴേ ഒഴിവാക്കിയേക്കണം. രാഹുലിന്റെ പാടായി വിട്ടേക്കണം. ഇനി ദിലീപിന്റെ കേസ് എടുക്കാം. ദിലീപിന്റെ കേസിൽ ദിലീപ് പ്രതിയാണ് എന്ന് പറഞ്ഞത് ഒരു കുറ്റവാളിയാണ്. ഒരു കുറ്റവാളിയുടെ മൊഴിയിൽ ദിലീപിനെ ഒതുക്കാൻ വേണ്ടി കേസെടുക്കുന്നു. അയാൾ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. കോടതി ഇപ്പോൾ അയാളെ വെറുതെ വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ തെറ്റുകാരനല്ല എന്ന് തന്നെ പറയാം. കോടതിയാണല്ലോ ഇത് ഇഴകേറി പരിശോധിക്കുന്നത്. അയാളെ കുറ്റക്കാരനാക്കി ചാർത്തിയിട്ട് പിന്നെ ഒരു വിഭാഗം മീഡിയകൾക്കും ഈ സർക്കാരിനുമൊക്കെ ഇരയുടെ കൂടെ നിന്നുകൊണ്ട് അയാൾ വേട്ടക്കാരനാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് അയാളെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളാണ്. അതിനല്ലേ ഇവിടെ സംഭവിച്ചത്. ഒരാളെ കേസിൽ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു, മറ്റേയാളെ ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ ശിക്ഷിക്കണം എന്നതാണ് സർക്കാർ നിലപാട് എന്നുണ്ടെങ്കിൽ ഇവിടെ കോടതിന്റെ ആവശ്യമില്ലല്ലോ. നേരെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുക, ജയിലിൽ കൊണ്ടുവന്നിടുക. അതുപോലെ ഇവിടെ പരാതിക്കാര് സൃഷ്ടിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിനെ പരാതി നോക്കേണ്ട ആവശ്യം? അയാളെ പിടിക്കുക, നേരെ ജയിലിൽ കൊണ്ടുവന്നിടുക. ഇതാ വേണ്ടത്. പോലീസ് സംവിധാനം ഇവിടെ വേണ്ട, അന്വേഷണം ഇവിടെ വേണ്ട, കോടതിയൊന്നും വേണ്ട ഇവിടെ. അവിടെ പോലീസും കോടതിയും ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ രണ്ടും സംവിധാനങ്ങളും ഇവിടെ നേരെ പ്രവർത്തിക്കണം. അതിൽ പോലീസ് നേരെ പ്രവർത്തിക്കുന്നില്ല, പക്ഷെ കോടതി ഇപ്പോൾ നേരെ പ്രവർത്തിക്കുന്നുണ്ട്. കോടതി അവിടെ എത്തിക്കുന്ന തെളിവുകൾ, ഇപ്പോ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി പരമാവധിയുള്ള തെളിവുകൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയിടാൻ വേണ്ടി, ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പല പണികളും അവർ എടുക്കുന്നില്ലേ, ഇല്ലേ? അപ്പോൾ ഇത്തരം തെളിവുകൾ, കള്ളത്തെളിവുകൾ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ കൊടുത്തിട്ട് അത് ഇടകീറി പരിശോധിച്ചിട്ട് കോടതിക്ക് മനസ്സിലാക്കുകയാണ് ഇതൊരു വ്യാജ കേസാണ്, കള്ള കേസാണ്, അല്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കണം എന്ന നിലയിൽ കോടതി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കുന്നതിന് പകരം ഇരയ്ക്ക് നീതി കിട്ടില്ല. എന്താണ് ഈ കേസെടുക്കുമ്പോൾ എല്ലാവരും പ്രതികളാണെന്ന് നിങ്ങളങ്ങ് വിലയിരുത്തുക? ഇവിടെ ഒരുപാട് കള്ളക്കേസില്ലേ. ഞാൻ ഇന്ന് കോഴിക്കോട് എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന കേസുകൾ ഒരു 80% കള്ളക്കേസാണ്. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത, നിവർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരു മെലിഞ്ഞിട്ടൊരു ഒരു വല്യപ്പൻ, മിനിമം എനിക്ക് തോന്നുന്നു ഒരു 90 വയസ്സ് വരും മൂപ്പർക്ക്. പോക്സോ കേസിലെ പ്രതിയാണ്. അന്വേഷിച്ചപ്പോൾ പറയാണ്, കൊച്ചുമോളെ എടുത്ത് മടിയിൽ വെച്ച് ലാളിച്ച്, എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ മരുമോൾക്ക് കുട്ടികളെ എടുക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് പോക്സോ കേസ് കൊടുത്തു, ഞാനിപ്പോൾ ഇങ്ങനെയാണ്, എനിക്ക് നിവൃത്തിയില്ല എന്ന് പറയുന്നു. ഇന്ന് ആലോചിച്ച് നോക്ക്. ഒരു പേരക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളെ സങ്കല്പമല്ലേ? പാവം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, ഒരാൾ പിടിച്ചാണ് അങ്ങോട്ട് കയറ്റുന്നത്. അതിനെയൊക്കെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പെണ്ണുങ്ങൾക്കുണ്ടല്ലോ ഒരു മനസാക്ഷിയില്ല. അതൊക്കെയാണ് ഇര എന്ന് പറയുന്നത് ആണോ? എനിക്ക് തോന്നാൻ പറ്റില്ല. അവരാണ് വേട്ടക്കാർ. ഇവിടെ ഇരയാര് വേട്ടക്കാര് എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ സർക്കാരുമാണോ? അല്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ കേസുകൾ ഇരനീറി സത്യസന്ധമായി പരിശോധിച്ച് കേസ് അന്വേഷിച്ച് സത്യസന്ധമായ റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഉത്തരവാദിത്വം. അവിടെ അവർ വാദിച്ചിട്ട് കുറ്റം തെളിയണം എന്നുള്ളത് ശിക്ഷിക്കട്ടെ. ആ ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ, അത് അംഗീകരിക്കല്ലേ വേണ്ടത്. അല്ലാതെ ഇവിടെ പീഡന കേസിലായാലും മറ്റേത് കേസിലായാലും അത്തരത്തിലൊരു കേസിൽ ഒരു പെണ്ണ് എന്ന് പറഞ്ഞൊരു സാധനം പെട്ടുപോയി കഴിഞ്ഞാൽ ആ പെണ്ണ് ഇരയും പുരുഷൻ വേട്ടക്കാരുമായി മാറിപ്പോകുന്ന ഒരു സന്ദർഭം അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇര എന്ന് പറയുന്നവൾ എപ്പോഴും വിജയിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെന്തിനിവിടെ കോടതി? പിന്നെന്തിനാ ഇവിടെ കേസന്വേഷണം? പിന്നെന്തിനാണ് ഇതൊക്കെ? ഈ ജഗപുകകളൊക്കെ എന്തിനാ? എല്ലായ്പ്പോഴും ഇരകൾ ജയിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇര എന്ന് പറയുന്നത് കപട കേസാണ്, കള്ളക്കേസാണെന്നുണ്ടെങ്കിലോ, കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലോ എത്ര കേസുകൾ ഈ വരുന്ന ദിവസവും ഒരു കേസ്, ഒരു മാഷ് കേരളത്തിൽ വിവാദമായ കേസാണ്, വളരെ വിവാദമായ കേസാണ്. ഇപ്പോ അയാൾ നിരപരാധിയാണെന്ന് കണ്ടു. ആ പെൺകുട്ടിയുടെ പ്രേമം കണ്ടെത്തിയപ്പോൾ മാഷ് പറഞ്ഞു വിലക്കിയതാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ഇപ്പൊ ചെയ്യുന്ന കാര്യം, ഇയാൾക്ക് ജോലിയില്ല, ഇയാളെ പുറത്താക്കി. ഇനിയിപ്പോ അടുത്ത സെറ്റിങ്ങിൽ ഇയാളെ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിടും. നിങ്ങളെ വെറുതെ വിട്ടു എന്ന് പറയും. കുട്ടി ഒന്ന് അഡ്മിറ്റ് ചെയ്തു, ഞാൻ കളവ് പറഞ്ഞതാണ്, എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളെ വെറുതെ വിട്ടു. ജോലി കിട്ടൂലേ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ സ്കൂളിൽ അധ്യാപകരെല്ലാം ഒരു തീരുമാനമെടുത്തു. ഇനി കുട്ടികളെ നിയന്ത്രിക്കില്ല, ഒരാളെയും ഇനി നിയന്ത്രിക്കില്ല. രാവിലെ 10 മണിക്ക് അസംബ്ലി ഉണ്ടെങ്കിൽ അസംബ്ലി വിളിക്കും, വേണമെങ്കിൽ വന്ന് നിൽക്കാം, അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സിലിരിക്കാം, വേണമെങ്കിൽ പഠിക്കാം, വേണമെങ്കിൽ പഠിക്കണ്ട, അത് അവരുടെ ഇഷ്ടം. 10 മണിക്ക് അധ്യാപകർ ഓരോ പീരീഡും കൃത്യമായി വന്ന് ക്ലാസ് എടുക്കും.
ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് നോട്ടുകൾ പറഞ്ഞു കൊടുക്കും, എല്ലാം ചെയ്യും. കൃത്യമായി ടെസ്റ്റ് പേപ്പർ നടക്കും, കൃത്യമായി എക്സാം നടക്കും, എല്ലാം നടക്കും. സൗകര്യം ഉണ്ടെങ്കിൽ പഠിക്കുക, സൗകര്യം ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതുക. അതാണ് ഇപ്പോഴത്തെ ഗതി. അതായത് രക്ഷിതാക്കളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ വന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ തൊടാൻ പേടിയാണ്, അവരോട് പറയാൻ സംസാരിക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യും, നിങ്ങളെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കും, പക്ഷെ അവരെ ഞങ്ങൾ ഒന്നും പറയില്ല. എന്ത് ചെയ്താലും എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവരാരുടെ കൂടെ പോയാലും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും മൊബൈൽ കൊണ്ടുവന്നാലും അവർ മയക്കുമരുന്ന് കഴിച്ചാലും ഇനി അവർ തമ്മിൽ ഗർഭമുണ്ടാക്കി കളിച്ചാൽ കൂടി ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. കാരണം ഞങ്ങൾക്കതൊരു ഉത്തരവാദിത്തമില്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ പോക്സോ വരും, ഞങ്ങളതിന്റെ പിന്നാലെ പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തന്നെ നിയന്ത്രിച്ചു കൊള്ളുക. ഞങ്ങൾ കൃത്യമായി 10 മണിക്ക് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, ഞങ്ങൾ ക്ലാസ് എടുക്കും, എല്ലാം ചെയ്യും, മറ്റൊന്നും നമ്മൾ ചെയ്യില്ല. അവർക്ക് വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ പഠിക്കണ്ട എന്ന്. ഒരു ഗതികേടല്ലേ, ഒരു ഗതികേടല്ലേ ഇത്? അവിടെ ഇര ആരാണ് ശരിക്ക്? ആ മാഷാണ് ഇര, ആ വേട്ടക്കാരിയാണ് അവിടെ, ആ പെൺകുട്ടിയുടെ വേട്ടക്കാരിയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, അവരുടെ രക്ഷിതാക്കളുണ്ടല്ലോ, ആ രക്ഷിതാക്കൾക്ക് ഒന്ന് വിളിച്ചിരുത്തിട്ട് മോളെ സത്യം എന്താണെന്ന് ചോദിച്ചൂടെ? അല്ലെങ്കിൽ അവരുടെ പോലീസോ മറ്റുള്ളവരോ വേണ്ടപ്പെട്ടവരോ ഒന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരികളോട് മറ്റുള്ളവരോട് എന്തെങ്കിലും ലവ് അഫെയറോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചൂടെ? ഒരു ഇര എന്ന് പറഞ്ഞിട്ട് ഒരാളങ്ങോട്ട് ചെന്നിട്ട് ഒരു കേസ് പറഞ്ഞാൽ, ഒരു പരാതി പറഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ അയാളെ പിടിച്ച് പൂട്ടി അങ്ങോട്ട് ഇട്ട് അയാളെ ശിക്ഷിച്ച് അല്ലെങ്കിൽ അയാളെ പിടിച്ച് ജയിലിലിട്ട് അയാളെ നാറാടക്കലാക്കി കുടുംബം കലക്കാൻ നിൽക്കുമ്പോൾ ഇര ആരാണ് ശരിക്ക്? മനസ്സാ വാച കർമ്മണ അറിയാത്ത കേസിൽ പെട്ടുപോകുന്ന, എല്ലാം നശിച്ചു പോകുന്ന ആ വ്യക്തിയല്ലേ ഇര? എന്നിട്ട് ആ ഇരയെ ശിക്ഷിക്കാത്തതിനെ വീണ്ടും വീണ്ടും ഈ പറയുന്ന ഈ മാധ്യമങ്ങളും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഇരയുടെ കൂടെ എന്ന് നിന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവനെ അല്ലെങ്കിൽ ആരാണോ നിരപരാധിയായിട്ടുള്ളവരെ അവരെ വീണ്ടും ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അത് ദിലീപ് ആയാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിലായാലും ശരി. ഇപ്പൊ ദിലീപ് 1.25 കോടിയോ 1 കോടിയോ കൊടുത്ത് പീഡിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കാര്യങ്ങൾ. എന്തെങ്കിലും തെളിവുണ്ടോ? അയാൾ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അയാൾ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരാളെ കണ്ടാൽ മനസ്സിലാവൂലേ? അപ്പോ ഇപ്പുറത്തെ ഒരു പ്രഗത്ഭനും പ്രശസ്തനുമാണെന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെ താറടിക്കാം? അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അവൾ ഇര. ഇവന്റെ പദവിന്റെയും ഇവന്റെ പത്രാസത്തിന്റെയും വലുപ്പം അനുസരിച്ചിട്ട് അവന്റെ അസൂയ കൊണ്ട് അവനെ ചവിട്ടിത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നീതി സംവിധാനം? എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് സംവിധാനം? ഈ ഇര ചമഞ്ഞു വരുന്ന മുഴുവൻ ആൾക്കാർക്കും അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കൊടുക്കുന്ന കേസാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോടതികൾ ഇരയാക്കപ്പെട്ടു വരുന്ന ഈ പാവം ചെറുപ്പക്കാരുണ്ടല്ലോ, പ്രതികളായിട്ട് വരുന്നവർ, അവരെ മുഴുവൻ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ പോലീസും കോടതിയും ഒന്നും വേണ്ട, നേരെ പിടിച്ചങ്ങ് ജയിലിലിട്ടാൽ മതി. അതല്ല, പോലീസും കോടതിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈഴ കീറി പരിശോധിച്ച് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ പുറത്തുവിടും. നിരപരാധിയാണെന്ന് കണ്ട് പുറത്തുവിടുമ്പോൾ ഉണ്ടല്ലോ, ആ പുറത്തുവിടുന്നതിനെ അംഗീകരിക്കാനുള്ള മനസ്സും കൂടി വേണം. അവന്റെ കുടുംബം മൊത്തം എഴുതിവിടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ, അവന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കള്ളക്കേസ് ഉണ്ടാക്കിയവരിൽ നിന്ന് അത് ഈടാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം. ഇനി അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും ചെയ്യണം. ഉത്തരവാദിത്വം അത് ചെയ്യണം സർക്കാർ സംവിധാനം. ആ സ്ഥാനത്ത് അവരെങ്ങനെയെങ്കിലും അവരെ കുടുംബം വിറ്റും എന്തു വിറ്റും അവരുടെ നിരപരാധിത്വം തെളിയിക്കുമ്പോൾ, അങ്ങനെ നിരപരാധിയാണ് എന്നവർ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ വീണ്ടും ക്രൂശിച്ചുകൊണ്ട് അവർ വേട്ടക്കാരായി വീണ്ടും നിലനിർത്തിക്കൊണ്ട് അവരെ മുച്ചൂടും നശിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പമാർഗമുണ്ട്. കുടുംബത്തോടെ അങ്ങ് തല്ലിക്കൊന്നേക്കണം. Different angles. Don't forget to subscribe and support this channel.